പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. നമ്മൾ പ്രധാനമായിട്ടും ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചു, ഇപ്പോൾ 2000 രൂപ എത്തി. പെൻഷൻ തുക വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ക്ഷേമ പെൻഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ വീണ്ടും കുടിശ്ശിക വരുത്താനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായേക്കാം, അല്ലെങ്കിൽ വരാനുള്ള സാഹചര്യം കൂടി വരികയാണ്. ഇപ്പോഴത്തെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. വീഡിയോ തീർച്ചയായിട്ടും പൂർണ്ണമായും കാണണം. വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ നമ്മളുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കണം. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന് 2000 രൂപയിലേക്ക് വർദ്ധിപ്പിച്ചു. ഇതിനുവേണ്ടി 200 കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ അധികമായിട്ട് കണ്ടെത്തേണ്ട ഒരു സാഹചര്യമാണ്. മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് 5 കാര്യങ്ങൾ. നമുക്ക് അറിയാം, 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ള ആളുകൾക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിച്ച് ആനുകൂല്യം വാങ്ങിക്കാൻ സാധിക്കില്ല. മാത്രവുമല്ല, സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ജോലിയുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റാൻ സാധിക്കില്ല. മാത്രവുമല്ല, എന്തെങ്കിലുമൊക്കെ ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ, അതുപോലെ ഒന്നിൽ കൂടുതൽ വീടുകളൊക്കെ ഉള്ള ആളുകൾ, വലിയ വാഹനങ്ങളൊക്കെ ഉള്ള ആളുകൾ, അവർക്കൊന്നും ഈ ഒരു ആനുകൂല്യം വാങ്ങിക്കാൻ സാധിക്കില്ല. കൂടാതെ തന്നെ നമുക്കറിയാം, AC ഉള്ള വീടുകളൊക്കെ ഉള്ള ആളുകൾ, അവർക്ക് ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റാൻ സാധിക്കുന്നില്ല. മറ്റെന്തെങ്കിലും പെൻഷനുകൾ വാങ്ങുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കൈപ്പറ്റാൻ സാധിക്കില്ല. കൂടാതെ തന്നെയാണ് വിധവകളായിട്ടുള്ള ആളുകൾ വീണ്ടും പുനർവിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആനുകൂല്യം കൈപ്പറ്റാൻ സാധിക്കില്ല. അവിവാഹിത പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളുകൾ, അവർ വിവാഹിതരായിട്ടുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ വാങ്ങിക്കാൻ സാധിക്കില്ല. ഇത്രയൊക്കെ ആളുകൾക്ക് ഒരു 6ഓളം 7ഓളം ലിസ്റ്റുകളാണിത്. ഈ ലിസ്റ്റുള്ള ആളുകൾക്കെല്ലാം തന്നെ പെൻഷൻ തുക വാങ്ങിക്കാൻ സാധിക്കത്തില്ലാത്തതാണ്. ഇതിലും ചില ആളുകൾ ആനുകൂല്യം വാങ്ങുന്നുണ്ട്, അവർക്കെതിരെയൊക്കെ നടപടി വരുന്നുമുണ്ട്. ഇതൊന്നുമല്ല ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ തുക വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം, വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിലുള്ള ആളുകൾക്കെതിരെയുള്ള കർശനമായിട്ടുള്ള പരിശോധനകൾ വീണ്ടും ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. നമുക്കറിയാം, കൂടുതലായിട്ടുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പെൻഷൻ തുക വർദ്ധിപ്പിച്ചില്ല എങ്കിൽ നിയമസഭാ ഇലക്ഷനിൽ പോലും വലിയ തിരിച്ചടികൾ ഉണ്ടായേക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തുതന്നെയായാലും ഈ ഒരു മാനദണ്ഡങ്ങളൊക്കെ, ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിലൊക്കെ ആളുകൾ ഉണ്ടെങ്കിൽ 7ഓളം കാര്യങ്ങളാണ് ഈ ഒരു ലിസ്റ്റിലുള്ളത്. അവരെയൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്തു പോകണം. കാരണം ഇനി അങ്ങോട്ടുള്ള സമയത്ത് എന്തെങ്കിലും നടപടിക്രമങ്ങൾ നടപടി നിങ്ങൾ നേരിടേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ അതിന് വലിയ രീതിയിലുള്ള ഒരു നിയമ നടപടിയിലേക്കൊക്കെ പോകുവാനുമുള്ള സാഹചര്യമുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് അത് അർഹതപ്പെട്ട ആളുകൾക്ക് മാത്രമുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു മുൻ മന്ത്രി പറഞ്ഞ കാര്യം, ക്ഷേമ പെൻഷൻ വാങ്ങിച്ചു, അവർ കഴിച്ചു, എന്നിട്ട് നമുക്കിട്ട് പണി തന്നു എന്നുള്ള രീതിയിലൊക്കെ ചില മുൻ മന്ത്രിമാരൊക്കെ എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. അതായത് ഇടുക്കിയിൽ നിന്നുള്ള മുൻ മന്ത്രിയായിട്ടുള്ള എം എം മണി ഒക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതുതന്നെ ആയാലും ഓർക്കുക, ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന ആരുടെയും വീട്ടിൽ നിന്ന് എടുത്തുതരുന്ന, കുടുംബസ്വത്തിൽ നിന്ന് എടുത്തുതരുന്നതല്ല. സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാർ നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നൽകേണ്ട ഒന്നാണ്. അത് ആരുടെയും കുടുംബത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന ഒരു പണമല്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. മാത്രമല്ല, ഇത് 2025 എത്തിയിരിക്കുകയാണ്. ഇപ്പോഴും ആ പഴയ രീതിയിലെ കാര്യങ്ങളൊന്നും പറയുവാൻ നിൽക്കില്ല. ജനങ്ങൾ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുന്നതായിരിക്കും, നല്ലതായിരിക്കും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്ഷേമ പെൻഷൻ്റെ ഈ ഒരു കൂടുതലായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ